1932 ആരംഭം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്ന മണക്കുളം മുകുന്ദരാജയിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടാണ് തുടക്കം. 10,000-ലധികം അംഗങ്ങൾ, 230 കോടി നിക്ഷേപം, 166 കോടി വായ്പാ ബാക്കി. 2001 മുതൽ തുടർച്ചയായി ലാഭത്തിൽ. അംഗങ്ങൾക്ക് സ്ഥിരമായി ഡിവിഡൻഡ് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണിത്. ഹെഡ് ഓഫീസും 3 ശാഖകളും. 1999 തന്നെ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത സ്ഥാപനമാണിത്. തൃശൂർ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ 24 മണിക്കൂറും ബാങ്ക് വക നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിച്ചു വരുന്നു. പെരിങ്ങണ്ടൂരിലെ സുസജ്ജമായ ഗ്രീൻ ആർമി കർഷക തൊഴിലാളികളുടെ ലക്ഷണമൊത്ത കൂട്ടായ്മയാണ്. 300-ലധികം തൊഴിലാളികൾ ഗ്രീൻ ആർമിയുടെ ഭാഗമാണ്. 200-ലധികം വനിതാ സ്വയം സഹായ സംഘങ്ങളും 45 JLG ഗ്രൂപ്പുകളും ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാറ്റുവേല ചന്ത എന്ന ആശയം ആദ്യമായി പ്രാവർത്തികമാക്കിയ ബാങ്കാണിത്. ഇന്നത് കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. നാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പെരിങ്ങണ്ടൂർ ബാങ്കിന് തനതു പദ്ധതിയുണ്ട്. ബാങ്ക് ഹെഡ് ഓഫീസിനു താഴെ ഒരുക്കിയിരിക്കുന്ന ഗ്രീൻ മൈത്രി സൂപ്പർ മാർക്കറ്റ് അക്ഷരാർത്ഥത്തിൽ ഒരു പെരിങ്ങണ്ടൂർ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. മത്സ്യഫെഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീൻ മൈത്രി ഫിഷ് മാർട്ടിൽ രാസമാലിന്യങ്ങൾ കലരാത്ത ശുദ്ധ മത്സ്യങ്ങൾ ലഭ്യമാണ്. ശുദ്ധമായ മാംസം വിൽപ്പന നടത്തുന്ന മീറ്റ് മാർട്ടും ഗ്രീൻ കഫേയും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഓണം, റംസാൻ, ക്രിസ്തുമസ്, വിഷു കാലയളവുകളിൽ ബാങ്ക് നടത്തുന്ന ഉത്സവ ചന്തകൾ വലിയ ജനകീയ പങ്കാളിത്തമുള്ള മാർക്കറ്റുകളാണ്. ബാങ്ക് നടത്തുന്ന തണൽ ആരോഗ്യ കേന്ദ്രം ആരോഗ്യരംഗത്തെ സൃഷ്ടിപരമായ ഇടപെടലാണ്. ആരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബ്, സ്കാനിംഗ് സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ, ഹോം കോൾ എന്നിവയും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ സഹകാരികൾക്കായി സുഖായുസ് പെൻഷൻ പദ്ധതി പ്രവർത്തിപ്പിച്ചു വരികയാണ്. കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കാൻ വെൽ റീഡ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പദ്ധതിയും ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കുമായി ദ്യുതി ഫിനിഷിംഗ് സ്കൂൾ എന്ന സംരംഭവും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കൈമാറ്റങ്ങൾക്കായി റൂറൽ ഹാറ്റ് എന്ന പേരിൽ ഒരു വിപണന കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു. കർഷകർക്കായി വളം, കീടനാശിനി ഡിപ്പോ ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു. കുട്ടികളുടെ നിക്ഷേപശീലം പ്രോത്സാഹിപ്പിക്കാൻ വാത്സല്യം കിഡ്സ് പദ്ധതി എന്ന പേരിൽ ഒരു നിക്ഷേപ പദ്ധതി ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് സഹകാരികളെ ചേർത്ത് പിടിക്കാൻ ബാങ്കിന് കഴിഞ്ഞു. ബാങ്ക് പ്രവർത്തന പരിധിയിലെ പാടശേഖര സമിതികൾക്ക് പലിശരഹിത വായ്പ നൽകി വരുന്നു. കെയർ ഹോം പദ്ധതിയിൽ സജീവ പങ്കാളിത്തമാണ് ബാങ്ക് നൽകിയത്. വിജയികളെയും പ്രതിഭകളെയും പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ വർഷവും അക്കാദമിക് എക്സലൻസ് അവാർഡ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു വരുന്നു. ഏറ്റവും ഒടുവിലായി ബാങ്ക് ആരംഭിച്ച കോക്കനട്ട് കോംപ്ലക്സ് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ അടയാളപ്പെടുത്തലായി മാറാൻ തക്കതാണ്. 10 കോടി രൂപയാണ് ഈ കാർഷിക ഉൽപാദക സംരംഭത്തിനായി ബാങ്ക് ചെലവഴിച്ചത്. ശുദ്ധമായ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നതിനോടൊപ്പം നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന സാധ്യതയും ബാങ്ക് ലക്ഷ്യം വയ്ക്കുകയാണ്. ഈ സഹകരണ യാത്രയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നിരവധിയായ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ബാങ്കിനെ തേടിയെത്തി. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ ഇവിടെ പ്രസക്തമാവുകയാണ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഉറങ്ങുന്നതിന് മുൻപ് എനിക്ക് ഏറെ ദൂരം താണ്ടാനുണ്ട്. പെരിങ്ങണ്ടൂർ ബാങ്കിന് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. ഇന്നലെയിൽ നിന്നും ഇന്നിലേക്ക്, ഇന്നിൽ നിന്നും നാളെയിലേക്ക്, സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക്.